ലാലിഗയിൽ ബാഴ്സലോണ 1-4 ഗോളിന്റെ വിജയമാണ് വില്ലാറയലിനെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി 3 ഗോളുകൾ സ്കോർ ചെയ്തത് ലാമിൻ യമാൽ എന്ന 18 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഹാട്രിക് ആണ് ലാമിൻ യമാൽ വില്ലാറയലിനെതിരെ സ്കോർ ചെയ്തിട്ടുള്ളത്. മറ്റൊരു റെക്കോർഡ് കൂടി താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഹാട്രിക് ഗോൾ നേടിയതോടുകൂടി 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടത്തിലേക്ക് ലാമിൻ യമാൽ എത്തിയിട്ടുണ്ട്. തന്റെ 18-ാം വയസ്സിലാണ് ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ലാമിൻ യമാൽ എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതായത് 100 ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് ലാമിൻ യമാൽ. ഈ ഒരു നേട്ടത്തിലുള്ള മറ്റ് താരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നെയ്മർ 20 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എർലിൻ ഹാലൻഡ് 20 വയസ്സും 228 ദിവസവും വേണ്ടി വന്നു എർലിൻ ഹാലൻഡിന് 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ. കിലിയൻ എംബാപ്പയ്ക്ക് 20 വയസ്സും 356 ദിവസവും വേണ്ടി വന്നു 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ. പിന്നെ ഇതിൽ ലയണൽ മെസ്സി ഉള്ളത്. മെസ്സിക്ക് 22 വയസ്സും 206 ദിവസവും വേണ്ടി വന്നു 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 23 വയസ്സും 255 ദിവസവും വേണ്ടി വന്നു 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ. ഇവരെക്കാൾ കുറവ് മത്സരങ്ങളിൽ നിന്നാണ് ലാമിൻ യമാൽ 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നെയ്മർ 185 മത്സരങ്ങളിൽ നിന്നായിരുന്നു 100 ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയത്. യമാൽ വെറും 166 മാച്ചിൽ നിന്നാണ് ഈ ഒരു 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. കിലിയൻ എംബാപ്പയ്ക്ക് 180 മത്സരങ്ങൾ വേണമായിരുന്നു. ലയണൽ മെസ്സിക്ക് 210 മത്സരങ്ങൾ വേണ്ടി വന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 300ഓളം മത്സരങ്ങൾ വേണ്ടി വന്നു 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടത്തിലേക്ക് എത്താൻ. യമാലിന് മുന്നിൽ ഏറ്റവും കുറവ് മത്സരങ്ങളിൽ നിന്ന് 100 ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയിട്ടുള്ള താരം എന്നത് സാക്ഷാൽ എർലിൻ ഹാലൻഡ് ആണ്. 146 മത്സരങ്ങളിൽ നിന്നാണ് എർലിൻ ഹാലൻഡ് 100 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു വളരെ മികച്ചൊരു നേട്ടമാണ്. 18 വയസ്സിൽ തന്നെ ഇങ്ങനത്തെ ഒരു നേട്ടം സ്വന്തമാക്കുക എന്ന് പറയുന്നത് വേറെ ലെവൽ സംഭവമാണ്. 48 ഗോളും 52 അസിസ്റ്റുമാണ്. ഗോളും അസിസ്റ്റും ഏറെക്കുറെ ഒരേപോലെ 50-50 എന്ന രീതിയിലാണ് യമാൽ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യത്തെ ഹാട്രിക്കും സ്കോർ ചെയ്ത് കഴിഞ്ഞു. വില്ലാറയലിന് 1-4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ പരാജയപ്പെടുത്തത്. യമാലിന്റെ വക 3, അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയുടെ വക 1. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.